തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിക്ക് എല്ലാമെല്ലാമായ നാസർ ഹമീദ് വിടവാങ്ങി. തൊടുപുഴയിലെ മതേതരത്വ മുഖമായിരുന്നു നാസർ. നാസറിന്റെ വിയോഗത്തിൽ ദുഃഖാർതരായ നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയത്. ഞാൻ സ്നേഹിക്കും പോലെ എല്ലാ മതക്കാരെയും ഒരുപോലെ സ്നേഹിക്കണം. മുസ്ലിം ആണെങ്കിൽ അവൻ എല്ലാ മതക്കാരും സ്നേഹിക്കണം, ക്രിസ്ത്യാനിയാണെങ്കിൽ അവരെല്ലാ മതക്കാരും സ്നേഹിക്കണം, ഹിന്ദു ആണെങ്കിൽ എല്ലാ മതക്കാരും സ്നേഹിക്കണം. സ്നേഹമാണ് വരുന്നത്. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ എല്ലാമെല്ലാമായിരുന്ന നാസർ ഹമീദ് തൊടുപുഴ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടത്തുകയായിരുന്നു. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു കച്ചവടം. അന്നു മുതലേ പള്ളിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന നാസർ 2019 തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ പൂർണ്ണസമയം ജോലിക്കാരനാവുന്നത്. അന്നു മുതൽ പള്ളിയുടെ എല്ലാമെല്ലാമായിരുന്നു അദ്ദേഹം. ജനത്തിന് വലിയൊരു ഉൾക്കാഴ്ച നൽകുന്ന പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുകയാണെന്നും തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളി കൈക്കാരൻ ജോയി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഓരോ ഇടവകക്കാർക്കും ഓരോ ദിവസവും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മതേതരമായ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നവർക്കും ജനങ്ങൾക്കും വലിയൊരു ഉൾക്കാഴ്ച തന്നെ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടതിൽ ഈ ഇടവക ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ കമ്മിറ്റി ഉൾപ്പെടുന്ന ഈ മാനയം കമ്മിറ്റിക്ക് ഞങ്ങളുടെ അഗാധമായ ദുഃഖം അനുശോചനവും ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടി മുൻ ട്രസ്റ്റി ബെന്നി ഏലിയാസ് ഉൾപ്പെടെയുള്ളവരും അനുശോചനം അറിയിച്ചു. നമ്മുടെ പള്ളിയിൽ നാസർ കഴിഞ്ഞ 2001 കാലഘട്ടം മുതൽ മാർക്കറ്റിലുള്ള കുരിശുപള്ളിക്കൽ പള്ളി ഭരണസമിതിയുടെ അനുവാദത്തോടുകൂടി അവിടെ അദ്ദേഹം റെഡിമെയ്ഡ് കച്ചവടം ചെയ്തു വരികയും കൂടാതെ അതിനുശേഷം പച്ചക്കറി കച്ചവടവുമായിട്ട് നമ്മുടെ കുരിശുപള്ളിയുടെ ഫ്രണ്ടിൽ ചെയ്തു വരികയായിരുന്നു. 2019 ശേഷം അദ്ദേഹം ആ കച്ചവടം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ പള്ളിയിലെ ഒരു പൂർണ്ണമായി ഒരു ഇടവകയിൽ വേണ്ട എല്ലാ ജോലികളും ചെയ്യുവാൻ സന്നദ്ധത അറിയിച്ച് ഭരണസമിതിയോട് പറയുകയും അപ്രകാരം അദ്ദേഹത്തെ ഭരണസമിതി ആ പള്ളിയുടെ ചുമതലകൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവകയുടെ എല്ലാ രീതിയിലുള്ള എല്ലാ ഇടവക അംഗങ്ങളുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഷാഹിനിയാണ് നാസറിന്റെ ഭാര്യ. മക്കൾ ഭീമ, ബാദുഷ, ബാസിം. സംസ്കാരം നടത്തി. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മതങ്ങൾ എന്ന വേർതിരിവ് പാടില്ല, എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന നാസർ വിടവാങ്ങുന്നത് തൊടുപുഴയ്ക്ക് തീരാ നഷ്ടമാണ്. മനുഷ്യൻ ക്രിസ്ത്യാനി രക്തം മുസ്ലിമിന് പറ്റും, മുസ്ലിം ക്രിസ്ത്യാനി പറ്റും. അവിടെ ജാതിയില്ല. നമ്മൾ ഈ ലോകത്തോട് ചേർന്ന് വന്നത് മനുഷ്യരായിട്ടാണ്. ജാതിയും മതം ഇരിക്കുന്നത് നമ്മുടെ അടിസ്ഥാനം പറ്റില്ല. ഇപ്പൊ ഞാൻ ഇസ്ലാമോട് ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇസ്ലാമോട് ജീവിച്ചു, ഇസ്ലാമോട് ജീവിക്കുന്നു, ഇസ്ലാമോട് മരിക്കുന്നു. ഇത് നമ്മുടെ ഈ പള്ളിയോട് പൂർവ്വം ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ എന്ന് ഞാനാക്കിയത്